എല്ലാ കൂട്ടുകാർക്കും സ്കോർ റെയിൽവേ മലയാളത്തിൻ്റെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഏതാനും ദിവസങ്ങൾ മുന്നേ RRB ടെക്നീഷ്യൻ ഗ്രേഡ് 3 എക്സാമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റ്സ് നമ്മുടെ ചാനലിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 6000 ചില ഒഴിവുകളിലേക്കായിട്ട് ഹൈടെക് ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ടെക്നീഷ്യൻ ഗ്രേഡ് 3 എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനെ വരുമെന്നുള്ളത് അല്ലേ. ഇപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് RRB പുറത്തുവിട്ടിട്ടുള്ള ഒരു നോട്ടീസ് ഔട്ട് വീഡിയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ആ നോട്ടീസ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. ഇത് റെയിൽവേ റിക്രൂട്ട്മെന്റിന്റെ RRBയുടെ ഭാഗത്തു നിന്ന് പുറത്തു വന്നിട്ടുള്ള ഒരു നോട്ടീസാണ്. നിങ്ങൾക്ക് സൈറ്റുകളിൽ ഇത് ലഭ്യമായിരിക്കില്ല. ഉടനെ തന്നെ ഈ പറയുന്ന RRBയുടെ ടെക്നീഷ്യൻ ഗ്രേഡ് 3യുടെ നോട്ടിഫിക്കേഷൻ പുറത്ത് വരും എന്ന് തന്നെയാണ് ഈ നോട്ടീസും അർത്ഥമാക്കുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റുകൾ ഇതിനകത്ത് പറയുന്നുണ്ട്. എന്താണ് ഡേറ്റ്? ഓപ്പണിംഗ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് 28 ജൂൺ 2025 അതായത് ഈ വരുന്ന ജൂൺ 28, 2025 നമ്മുടെ ടെക്നീഷ്യൻ ഗ്രേഡ് 3 എക്സാമിൻ്റെ അപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആവും. ഒരു മാസമാണ് നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരിക്കുക. ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എക്സാമിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാര്യം തീരുമാനമായി. നോട്ടിഫിക്കേഷൻ ഈ വരുന്ന 28 ജൂണിന് തന്നെ വരും എന്ന് പറഞ്ഞാൽ ഇനി 12 ദിവസമേ നിങ്ങളുടെ മുന്നിൽ ഉള്ളൂ. 12 ദിവസത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്യും? നോട്ടിഫിക്കേഷൻ പുറത്തു വരുന്നതായിരിക്കും. രണ്ടാമത്തെ നിങ്ങളുടെ കൺസേൺ, ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നലിനെ പറ്റിയിട്ട് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തപ്പോൾ അതിനകത്ത് അപ്ഡേറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലേ. എന്നാൽ ഈ പുതിയ നോട്ടീസ് പറയുന്നത് ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നലിന്, അതായത് ലെവൽ 5 പോസ്റ്റിന് B1 മെഡിക്കൽ സ്റ്റാൻഡേർഡ് വെച്ച്, കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ B1 മെഡിക്കൽ സ്റ്റാൻഡേർഡ് വെച്ച് 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പാകത്തിനാണ് നോട്ടിഫിക്കേഷൻ പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ വേക്കൻസി 180 ഒഴിവുകളെ ഉള്ളൂ എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ആൻഡ് ഇത് അപ്രോക്സിമേറ്റ് വേക്കൻസി ആണ് എന്നുള്ള കാര്യം കൂടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 180 ഒഴിവുകളിലേക്കായിട്ട് ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നലിന്റെ നോട്ടിഫിക്കേഷൻ പുറത്തു വരുന്നുണ്ടായിരിക്കും. ഇത് രണ്ടും ഒറ്റ നോട്ടിഫിക്കേഷനകത്തായിരിക്കും പുറത്തു വരുന്നുണ്ടായിരിക്കുക. ടെക്നീഷ്യൻ ഗ്രേഡ് 1 അതിന്റെ ഭാഗമായിട്ട് ഉണ്ടായിരിക്കും. ഇനി നമ്മൾ പറഞ്ഞ ITI ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ടെക്നീഷ്യൻ ഗ്രേഡ് 3 പോസ്റ്റ്, അത് ലെവൽ 2 പോസ്റ്റ് ആണ്. അതിന്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആ നോട്ടിഫിക്കേഷന്റെ അനക്ഷർ എയിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ കൊറോണ കാരണമുള്ള റിലാക്സേഷൻ മാറ്റി 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെ നമ്മുടെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാമിന്റെ അതേ ഏജ് തന്നെയാണ് ആർക്കും ഉള്ളത്. ടെക്നീഷ്യൻ ഗ്രേഡ് 3 എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുട്ടികൾക്കും ഉള്ളത്. 6000 ഒഴിവുകളിലേക്കായിട്ടാണ് എക്സാം ഇത്തവണ വിളിച്ചിരിക്കുന്നത്. 6180 വേക്കൻസിയാണ് ടോട്ടൽ ഓൾ ടുഗദർ ഉള്ളത്. 6000 ഒഴിവ് ടെക്നീഷ്യൻ ഗ്രേഡ് 3 എക്സാമിനും 180 ഒഴിവ് ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നലിനുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തപ്പോൾ 6370ഓളം വേക്കൻസീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നോട്ടിഫിക്കേഷൻ പുറത്തു വരുമ്പോൾ 6370 കഴിയാതെ വേക്കൻസീസ് ഫില്ല് ചെയ്യണമെന്നും ഒരാഴ്ചക്കകം എല്ലാ ഈ പറഞ്ഞ PUസും എന്ത് ചെയ്യണം? വേക്കൻസി റിപ്പോർട്ട് ചെയ്യണമെന്നായിരുന്നു ആ നോട്ടീസിനകത്ത് അന്ന് ഡിസ്കസ് ചെയ്തിരുന്നത്. അത് പ്രകാരം 6180 ഒഴിവുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. 180 ഒഴിവുകൾ ടെക്നീഷ്യൻ ഗ്രേഡ് 1നും 6000 ഒഴിവുകൾ ടെക്നീഷ്യൻ ഗ്രേഡ് 3ക്കുമാണ്. ആൻഡ് ഇത് അപ്രോക്സിമേറ്റ് വേക്കൻസീസ് എന്നാണ് ഈ നോട്ടീസിനകത്ത് തന്നെ കൊടുത്തിട്ടുള്ളത്. പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്? അപ്ലിക്കേഷൻ ലിങ്ക് ഓപ്പൺ ആവുന്ന ഡേറ്റും പറയുന്നുണ്ട്. നോട്ടിഫിക്കേഷൻ എന്ന് വരുമെന്ന് പറയുന്നത് 28/6/2025 എന്ന് പറയുന്ന ഡേറ്റിൽ നോട്ടിഫിക്കേഷൻ പുറത്തു വരുമെന്നാണ് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ വട്ടം 43ഓളം പേജുകളുള്ള നോട്ടിഫിക്കേഷനാണ് പുറത്തു വന്നത്. ടെക്നീഷ്യൻ ഗ്രേഡ് 1 അതിന്റെ ഡീറ്റെയിൽസ്, ഗ്രേഡ് 3 അതിന്റെ ഡീറ്റെയിൽസ്. നമുക്കറിയാം, ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്ന പോലെ 30 കാറ്റഗറികളിലായിട്ടായിരിക്കും ഇത്തവണത്തെ നോട്ടിഫിക്കേഷൻ ടെക്നീഷ്യൻ ഗ്രേഡ് 3ക്ക് വേണ്ടി വരുന്നുണ്ടായിരിക്കാം. ടെക്നീഷ്യൻ ഗ്രേഡ് 1ന്റെ ആ ഒരു നോട്ടീസും കൂടെ ആകുമ്പോൾ ഏകദേശം 31 പോസ്റ്റുകൾ ഉണ്ടായിരിക്കും. 31 പോസ്റ്റുകളുടെ ഡീറ്റെയിൽസ്, അതിന്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്, അതിന്റെ സാലറി, അതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ക്വാളിഫിക്കേഷൻ, ഇതെല്ലാം അടങ്ങുന്ന ഏകദേശം 19 പേജുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ജൂൺ 28-ന് ഈ താഴെ കാണുന്ന 21 RRBകളുടെ സൈറ്റിൽ ലഭ്യമായിരിക്കും എന്നാണ് പറയുന്നത്. 21 RRBs ഉണ്ട്. ആ സൈറ്റിൽ നിന്ന് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവൂ? ഈ പറഞ്ഞ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവൂ. അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ബാധകമായിട്ടുള്ളൂ എന്നും ഈ നോട്ടീസിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പരീക്ഷ RRB കലണ്ടർ ഇട്ട പോലെ തന്നെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നു. അതിന്റെ പ്രോസസ്സ് കഴിഞ്ഞിരിക്കുകയാണ്. ടെക്നീഷ്യൻ ഗ്രേഡ് 3 പരീക്ഷയുടെയും ടെക്നീഷ്യൻ ഗ്രേഡ് 1 പരീക്ഷയുടെയും സെൻട്രൽ എംപ്ലോയ്മെന്റ് നോട്ടീസ് 02/2025 ആ കലണ്ടറിലെ രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ ഈ മാസം തന്നെ വരികയാണ്. ഇതിന്റെ പുറകെ തന്നെ ജൂനിയർ എഞ്ചിനീയർ പരീക്ഷയും വരുന്നുണ്ടായിരിക്കും. ജൂനിയർ എഞ്ചിനീയർ എക്സാമിന്റെയും നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ വരുന്നുണ്ടായിരിക്കും. നമ്മളും ഈ പറഞ്ഞ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ ആയിക്കോട്ടെ ടെക്നീഷ്യൻ ഗ്രേഡ് 3 ആയിക്കോട്ടെ കോഴ്സുകൾ ഉടനെ തന്നെ ലോഞ്ച് ചെയ്യുന്നുണ്ടായിരിക്കും. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. RRB കണ്ടക്ട് ചെയ്യുന്ന എല്ലാ പരീക്ഷകൾക്കും ഒരേപോലെയല്ല നിങ്ങൾ പഠിക്കേണ്ടത്. ടെക്നിക്കൽ എക്സാംസിന് അതിൻ്റെതായിട്ടുള്ള രീതികളുണ്ട്, നോൺ ടെക്നിക്കൽ എക്സാംസിന് അതിൻ്റെതായിട്ടുള്ള രീതിയുണ്ട്. ടെക്നീഷ്യൻ
ഗ്രേഡ് 3ക്കും പഠിക്കുന്ന പോലെയല്ല ഗ്രേഡ് 1ന് പഠിക്കേണ്ടത്, അതുപോലെയല്ല ജൂനിയർ എഞ്ചിനീയർ പഠിക്കേണ്ടത്, അതുപോലെയല്ല ലോക്കോ പൈലറ്റിന് പഠിക്കേണ്ടത്, ഇതുപോലെയല്ല NTPC ഗ്രാജുവേറ്റിനും അണ്ടർ ഗ്രാജുവേറ്റിനും പഠിക്കേണ്ടത്, ഇതുപോലെയല്ല ഗ്രൂപ്പ് ഡിക്ക് പഠിക്കേണ്ടത്. ഓരോന്നിനും വ്യത്യസ്തമായ നോട്ടിഫിക്കേഷനും വ്യത്യസ്തമായ സിലബസുകളും ഉണ്ട്. അപ്പോൾ ഏതൊക്കെ ഒരുമിച്ച് പഠിക്കാൻ പറ്റും, ഏതൊക്കെ ഒരുമിച്ച് പഠിക്കാൻ പറ്റില്ല എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ ടെക്നീഷ്യൻ ഗ്രേഡ് 3യുടെ എങ്ങനെ പഠിക്കണം, എവിടെ നിന്ന് പഠിക്കണം, എത്രത്തോളം ആഴത്തിൽ പഠിക്കണം, എന്ത് പഠിക്കണ്ട തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോസ് ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ ലഭ്യമായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ടെലഗ്രാം ചാനൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. മറ്റൊരു അപ്ഡേറ്റ് വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.